കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 84-ാം സങ്കീർത്തനം അതിൻ്റെ 9-ാമത്തെ വാക്യം. ഞങ്ങളുടെ പരിചയായ ദൈവമേ നോക്കണമേ, നിൻ്റെ അഭിഷക്തൻ്റെ മുഖത്തെ കടാക്ഷിക്കണമേ. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കോരഹിൻ്റെ തലമുറകൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ സങ്കീർത്തനമാണ് 84-ാമത്തെ സങ്കീർത്തനം. ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ, ദൈവത്തിൽ സങ്കേതമർപ്പിച്ചാൽ എന്താണ് അതിൻ്റെ പ്രതിഫലം എന്നുള്ളതാണ് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നത്. അതിൽ 9-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ച. അവിടെ പറയുന്നത്, ദൈവമേ നീ ഞങ്ങളുടെ പരിചയമാണ്. എന്താണ് ഈ പരിചയം എന്ന് പറയുന്നത്? നമ്മുടെ മുൻപിൽ നമുക്ക് വിരോധമായിട്ട് വരുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ട്, പല വിധത്തിലുള്ള ക്ലേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഈ ക്ലേശങ്ങൾ കടന്നു വരുന്ന സമയത്ത് ആ ക്ലേശങ്ങളിൽ നിന്നുള്ള നമ്മുടെ ഉദ്ധാരണത്തിന് വേണ്ടി ദൈവം നമുക്ക് പരിചയമായിട്ട് വരും. പണ്ടുള്ള കാലങ്ങളിലൊക്കെ യുദ്ധം നടക്കുന്ന സമയത്ത് എതിരെ വരുന്ന അമ്പുകളെ പ്രതിരോധിക്കുന്നതാണ് പരിചയം എന്ന് പറഞ്ഞ്, ഈ വാളും പരിചയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പം വാളെന്ന് പറയുന്നത് ശത്രുവിനെ വെട്ടാനുള്ളതും പരിചയം എന്ന് പറയുന്നത് എതിരെ വരുന്ന ആക്രമണങ്ങളെ തടുക്കാനുള്ളതുമാണ്. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? ഞങ്ങളുടെ പരിചയമായ ദൈവമേ നോക്കണം. എൻ്റെ അർത്ഥം, നമുക്ക് വിരോധമായിട്ട് വരുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അത് ശത്രുവിൻ്റെ മാനുഷിക മേഖലയിൽ നിന്നോ മാനുഷിക തലത്തിനകത്തു നിന്നൊക്കെ കയറി വരുന്ന പ്രയാസമണ്ഡലങ്ങളുണ്ട്. ആ പ്രയാസങ്ങൾ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും? നമ്മളെ കൊണ്ടാവതില്ല, നമ്മളെ കൊണ്ട് കഴിയത്തില്ല, ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ കഴിയത്തില്ല. പക്ഷേ ദൈവം നമ്മളെ സംരക്ഷിച്ചാൽ, ദൈവം നമ്മളെ കാവൽ സൂക്ഷിച്ചാൽ നിശ്ചയമായിട്ടും അത് നമുക്ക് അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ഇടയാകും. ആര് നമ്മളോട് കൂടെ ഉണ്ട് ഇല്ല എന്നുള്ളതിനേക്കാൾ ഉപരിയായി ദൈവം നമുക്ക് സഹായകനായി ഉണ്ടെങ്കിൽ, ദൈവം നമുക്ക് പരിചയമായിട്ടുണ്ടെങ്കിൽ ശത്രുവിൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടവരും. പ്രൈസ് ദി ലോർഡ്. അതാണ് അവിടെ പറയുന്ന ആദ്യ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം ഇങ്ങനെ പറയുന്നത്, നിൻ്റെ അഭിഷക്തൻ്റെ മുഖത്തെ കടാക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അഭിഷക്തൻ എന്ന് പറയുന്നത് അല്ലേ. അഭിഷക്തൻ്റെ മുഖത്തെ കടാക്ഷിക്കണം. എന്തുവാ ഈ കടാക്ഷിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം? സ്തോത്രം. അതിൻ്റെ അർത്ഥം ഇതാണ്. വളരെ ശ്രദ്ധയോടെ, കരുതലോടെ, സ്നേഹത്തോടെ, അനുഗ്രഹത്തോടുകൂടെ ദൈവം നമ്മളെ നോക്കുന്നതിനെയാണ് കടാക്ഷിക്കുക എന്ന് പറയുന്നത്. സ്തോത്രം. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 16-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 16-9 ഇങ്ങനെ പറയുന്നു, യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഊടാടി കൊണ്ടിരിക്കുന്നു. അവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നു. അപ്പം ദൈവത്തിൽ നിഷ്കളങ്കതയോടെ ശ്രദ്ധ വെച്ചിരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കണ്ണ് ചലിക്കുമെന്നാണ്. ദൈവത്തിൻ്റെ ബലത്തെ നമുക്ക് വേണ്ടി വെളിപ്പെടും. അപ്പം നമ്മൾ കർത്താവിനെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാഗ്രതയോടുകൂടെ, സ്തോത്രം, നിർമ്മല മനസാക്ഷിയോടുകൂടെ, നിഷ്കളങ്കതയോടുകൂടെ നമ്മൾ ദൈവത്തെ ശ്രദ്ധിച്ചാൽ ആ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ശക്തിയോടെ ചലിക്കുവാൻ തക്കവണ്ണം ഇടവരും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്ന കൂടെ ഇരുന്നാട്ട് ബലപ്പെടുത്തിക്കാട്ട് ശക്തീകരിച്ചാട്ട് സമസ്തവും ഏൽപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.